നമുക്ക് ചക്കരച്ചോറ് ഉണ്ടാക്കാം. ഇത് ഞങ്ങളുടെ നാട്ടിൽ ബറാത്തിനൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചക്കരച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളതെന്ന്. അപ്പോൾ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല കൈമ അരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും പച്ചരി എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിരിയാണി അരി എടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് നെയ്യ് വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല കനം കുറച്ച് അരിഞ്ഞ സവാളയാണ്. ഒരു സവാളയാണ് ഞാൻ 2 കപ്പ് അരിയിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ 5 ഇതുപോലെയുള്ള 5 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാച്ചിരവിയതാണ്. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇവിടെ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചക്കരച്ചോറ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ പ്രഷർ കുക്കറിലാണ് ചക്കരച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കർ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഏലക്ക കരിഞ്ഞു പോകാതെ നോക്കണം. ഏലക്ക കരിഞ്ഞു പോയാൽ നമ്മുടെ ചോറിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 കപ്പ് അരിയാണല്ലോ എടുക്കുന്നത്. അപ്പം ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 3 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ പ്രഷർ കുക്കറിലല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ വെള്ളത്തിൻ്റെ അളവ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി വെള്ളം തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെക്കാം. ഇനി 2 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. ശർക്കരയിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ശർക്കരപ്പാനി നല്ല തിക്കാവുകയാണെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിതിലേക്കൊരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ പ്രഷർ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോറ് പാകത്തിന് കുക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സിമ്പിൾ നെയ്ച്ചോറ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിലേക്ക് നെയ്ച്ചോറിന് ചേർക്കുന്ന അത്ര ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർക്കുന്നതിന് മുൻപ് നമ്മുടെ ചോറ് പാകത്തിന് കുക്കായിട്ടില്ലെന്ന് നോക്കണം. കാരണം ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ ചോറ് പിന്നെ കുക്കാവില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇപ്പോൾ കുറച്ച് വെള്ളമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ചക്കരച്ചോറിലെ ശർക്കര പാനിയൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓരോരുത്തർ കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. അങ്ങനെ നമ്മുടെ ബറാത്ത് സ്പെഷ്യൽ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. താങ്ക്